കത്തോലിക്ക വിശ്വാസം എന്ന പ്രഭാഷണ പരമ്പരയിലെ 8ാമത്തെ വീഡിയോ ആണ് ഇത്. ബൈബിളിന് പഴയ നിയമം അഥവാ ഓൾഡ് ടെസ്റ്റമെന്റ്, പുതിയ നിയമം അഥവാ ന്യൂ ടെസ്റ്റമെന്റ് എന്നിങ്ങനെ 2 ഭാഗങ്ങൾ ഉണ്ട്. യേശുവിന്റെ ജനനത്തിനു മുമ്പ് ഏതാണ്ട് 1500 വർഷങ്ങളിലെ കാലയളവിലായി 30-ൽ ഏറെ ഗ്രന്ഥകാരന്മാരാൽ പലപ്പോഴായി എഴുതപ്പെട്ടിട്ടുള്ള 46 പുസ്തകങ്ങളുടെ സമാഹാരമാണ് ബൈബിൾ പഴയ നിയമം. യേശുവിന് ശേഷം 1-ാം നൂറ്റാണ്ടിൽ 9 വ്യത്യസ്ത ഗ്രന്ഥകാരന്മാരാൽ എഴുതപ്പെട്ടിട്ടുള്ള 27 പുസ്തകങ്ങളുടെ സമാഹാരമാണ് പുതിയ നിയമം. പുരാതന കാലത്ത് അരങ്ങേറിയ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ അറിയുന്നത് ആ സംഭവം നടന്ന സമയത്തോ അതിനുശേഷമോ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള ചരിത്ര രേഖകളിലൂടെ ആണ്. ഒരു ചരിത്രരേഖയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതേപടി തന്നെ സത്യമായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതിനാല് ചരിത്ര രേഖകളോട് നമ്മൾ വിമർശനാത്മകമായ ഒരു മനോഭാവം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ചരിത്ര രേഖകളുടെ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സിന്റെ വിശ്വസനീയത, റിലയബിലിറ്റി അല്ലെങ്കിൽ ചരിത്ര മൂല്യം നിർണയിക്കുന്നതിന് ലോകത്തിലെ യൂണിവേഴ്സിറ്റികളിലെ ചരിത്ര ഡിപ്പാർട്ട്മെന്റുകൾ ചില മാനദണ്ഡങ്ങൾ അവലംബിക്കാറുണ്ട്. ഈ മാനദണ്ഡങ്ങളുടെ വെളിച്ചത്തിൽ അപഗ്രഥിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. അതായത് ബൈബിൾ പുതിയ നിയമം എന്ന് പറയുന്നത് യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്ന വിശ്വസനീയമായ ചരിത്ര രേഖകളാണ്. ഇക്കാരണത്താല് ബൈബിൾ പുതിയ നിയമത്തിൽ യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്കിലും സത്യമാണെന്ന് പ്രഥമ വിചിന്തനത്തിൽ, അതായത് ഫസ്റ്റ് അനാലിസിസ്, അതിൽ തന്നെ നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. യേശു ഒരു കന്യകയിൽ നിന്ന് മാത്രമായിട്ട് ജനിച്ചു. 30-ാമത്തെ വയസ്സിലാണ് യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. 3 വർഷക്കാലത്തെ പരസ്യ ജീവിതത്തിന്റെ അവസാനം യേശു കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടു, മരണശിക്ഷ ഏറ്റുവാങ്ങി. എന്നാൽ മരണശേഷം 3 ദിവസം കഴിഞ്ഞപ്പോൾ യേശു തന്റെ ശരീരത്തോടുകൂടി ഉയർത്തെണീറ്റു. ശിഷ്യന്മാർക്കും അതുപോലെ മറ്റു പലർക്കും നിരവധി തവണ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ബൈബിൾ പുതിയ നിയമം വിശ്വസനീയമായ ഒരു ചരിത്ര രേഖയാണ്. ഇക്കാരണത്താല് യേശുവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു. ഇനി യേശുവിന്റെ ഉയർപ്പിന് ബൈബിൾ പുതിയ നിയമത്തിന് വെളിയിലും ഈടുറ്റ തെളിവുകൾ ഉണ്ട്. ഇതിൽ നിന്നും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു. അതായത് യേശു ദൈവത്തിന്റെ മനുഷ്യ അവതാരമാണ്. ക്രിസ്തുവിലൂടെ മാത്രമാണ് ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചിട്ടുള്ളത്. യേശു ദൈവത്തിന്റെ ഏക മനുഷ്യാവതാരമാകയാൽ യേശു നൽകുന്ന ആ സന്ദേശം, അതായത് യേശുവിന്റെ വാക്കുകളും പ്രവൃത്തികളും മനുഷ്യവംശത്തെ സംബന്ധിച്ച് അത്രയേറെ പ്രധാനപ്പെട്ടതാണ്. അതിനാല് ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്ന കാര്യത്തിൽ ദൈവത്തിന് പ്രത്യേകമായ താല്പര്യം ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ സവിശേഷമായ അനുഗ്രഹം ഈ മേഖലയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. ബൈബിൾ പുതിയ നിയമത്തിലെ ആദ്യത്തെ 4 പുസ്തകങ്ങളാണ് സുവിശേഷങ്ങൾ. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നീ 4 പേരാണ് സുവിശേഷങ്ങൾ രചിച്ചിട്ടുള്ളത്. ഇതിൽ മത്തായിയും യോഹന്നാനും യേശുവിന്റെ 12 അപ്പസ്തോലന്മാരിൽ ഉൾപ്പെടുന്നവരാണ്. അവര് 3 വർഷക്കാലം യേശുവിനോടൊത്ത് കഴിഞ്ഞിരുന്നവരാണ്. ഇനി മർക്കോസിന്റെയും ലൂക്കായുടെയും കാര്യം പരിഗണിച്ചാൽ ഈ 12 അപ്പസ്തോലന്മാരോട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരായിരുന്നു അവർ.
ഇക്കാരണത്താല് ഈ സുവിശേഷങ്ങളുടെ രചയിതാക്കൾക്ക് യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച്, വാക്കുകളെക്കുറിച്ച്, പ്രവൃത്തികളെക്കുറിച്ച് നല്ല വ്യക്തമായ അറിവ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. മാത്രമല്ല, ഈ 4 സുവിശേഷങ്ങളുടെ ഉള്ളടക്കങ്ങൾ നമ്മൾ പരസ്പരം താരതമ്യം ചെയ്യുകയാണെങ്കിൽ അവയ്ക്ക് തമ്മിൽ ഉയർന്ന പരസ്പര പൊരുത്തം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇതും സുവിശേഷങ്ങൾ വിശ്വസനീയമാണ് എന്നതിനുള്ള നല്ല ഒരു തെളിവാണ്. സുവിശേഷങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ടും യേശുവിന്റെ വാക്കുകളും പ്രവർത്തികളുമാണ്. യേശു ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ്. അതിനാൽ യേശുവിന് തെറ്റുപറ്റുകയില്ല. ഇക്കാരണത്താല് ഈ 4 സുവിശേഷങ്ങൾ സത്യമായും ദൈവവചനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പഴയ നിയമത്തെ യേശു അംഗീകരിക്കുന്നതായി സുവിശേഷങ്ങളില് നിരവധി വചനങ്ങളില് നമ്മൾ കാണുന്നു. യേശു ദൈവമാണ്, അവന് തെറ്റുപറ്റുകയില്ല. അതിനാല് ബൈബിൾ പഴയ നിയമവും സത്യമായിട്ടും ദൈവവചനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. തന്റെ പരസ്യജീവിതകാലത്ത് യേശു ശിഷ്യന്മാർക്ക് ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. അതായത് തന്റെ കാലശേഷം പരിശുദ്ധാത്മാവിനെ താൻ ഈ ശിഷ്യരിലേക്ക് അയക്കുമെന്ന്. ഈ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അതായത് തന്റെ കാലശേഷം പരിശുദ്ധാത്മാവിനെ താൻ ശിഷ്യരിലേക്ക് അയക്കുമെന്ന് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ യേശു വാഗ്ദാനം നൽകി. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ എഴുന്നള്ളി വരുന്നതായി പുതിയ നിയമത്തില് അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ബൈബിൾ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾക്ക് പുറമേയുള്ള ഗ്രന്ഥങ്ങൾ എടുത്താൽ അവ രചിക്കപ്പെട്ടിരിക്കുന്നത് അപ്പസ്തോലിക കാലഘട്ടത്തിലാണ്. അപ്പസ്തോലന്മാരാലും അപ്പസ്തോലന്മാരോട് വളരെ അടുത്ത ബന്ധം ഉള്ളവരാലുമാണ് ഈ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത്. ഇവയ്ക്ക് അപ്പസ്തോലിക സമൂഹത്തിന്റെ അംഗീകാരവുമുണ്ട്. അപ്പസ്തോലന്മാരെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുമെന്ന് യേശു വാഗ്ദാനവും നൽകിയിരുന്നു. ഇക്കാരണത്താല് ബൈബിൾ പുതിയ നിയമത്തിൽ സുവിശേഷങ്ങൾക്ക് പുറമെയുള്ള ഗ്രന്ഥങ്ങളും സത്യമായിട്ടും ദൈവവചനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ബൈബിളും, പഴയ നിയമവും പുതിയ നിയമവും സത്യമായിട്ടും ദൈവവചനമാണ് എന്നതിന് ദൈവത്തിന്റെ ഏക മനുഷ്യ അവതാരമായ യേശുക്രിസ്തു സാക്ഷ്യം നൽകുന്നു. ബൈബിളിലെ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തി. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടി വിവരണത്തോടെയാണ്. ബൈബിളിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപാട്. വെളിപാട് അവസാനിക്കുന്നത് അന്ത്യവിധി, പുതിയ ആകാശം, പുതിയ ഭൂമി തുടങ്ങിയ ഏറ്റവും അവസാനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും. അതായത് ഏറ്റവും ആദ്യത്തേതും ഏറ്റവും അവസാനത്തേതുമായ കാര്യങ്ങൾ ബൈബിളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിന് ഇടയ്ക്കുള്ള കാര്യങ്ങളും ബൈബിളിൽ ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതേയുള്ളൂ. അതായത് മനുഷ്യരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ബൈബിളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബൈബിൾ എന്ന് പറയുന്നത് പൂർണ്ണതയുള്ള ഒരു പുസ്തകമാണ്. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ഇനി ഈ ടോക്കിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് യുക്തിചിന്തയിലെ, അതായത് ലോജിക്കിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു നിയമത്തെക്കുറിച്ച് അല്പം പരാമർശിക്കേണ്ടിയിരിക്കുന്നു. ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ അഥവാ പരസ്പര വൈരുദ്ധ്യമില്ലായ്മ നിയമം. എന്താണ് ഇതുവഴി അർത്ഥമാക്കുന്നത്? ഞാൻ 2 ഉദാഹരണങ്ങളുടെ സഹായത്തോടെ വിശദീകരിക്കാം. ഒരു ദിവസം പ്രഭാതത്തില് ഒരു കോളേജിലെ ഒരു ക്ലാസ്സിലേക്ക് അധ്യാപകൻ കടന്നു വന്നു.
കടന്നു വന്നയുടനെ പ്രൊഫസർ കുട്ടികളോടായി ഇങ്ങനെ ചോദിച്ചു, ഇന്ന് ഇപ്പോൾ ഈ ക്ലാസ്സിൽ എത്ര കുട്ടികൾ ഹാജരായിട്ടുണ്ട്? 2 കുട്ടികൾ ഒന്നിനു പുറകെ മറ്റൊന്നായി പ്രൊഫസറുടെ ഈ ചോദ്യത്തിന് മറുപടി നൽകി. ആദ്യത്തെ കുട്ടി പറഞ്ഞു, ഇന്ന് ഇപ്പോൾ ഈ ക്ലാസ്സിൽ 20 കുട്ടികൾ ഹാജരായിട്ടുണ്ട്. ഉടനെ രണ്ടാമത്തെ കുട്ടി പറഞ്ഞു, ഇന്ന് ഇപ്പോൾ ഈ ക്ലാസ്സിൽ 23 കുട്ടികൾ ഹാജരായിട്ടുണ്ട്. ഈ 2 കുട്ടികളും പറഞ്ഞ മറുപടികൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവ പരസ്പര വിരുദ്ധങ്ങളാണ്, മ്യൂച്വലി കോൺട്രഡിക്റ്റിംഗ് ആണ്. ഒന്നുകിൽ ഇവർ രണ്ടുപേരും പറഞ്ഞ ഉത്തരങ്ങൾ തെറ്റായിരിക്കാം, എന്നാൽ പരമാവധി ഇവരിൽ ഒരാൾ പറഞ്ഞ ഉത്തരം മാത്രമേ സത്യമാകാനായിട്ട് സാധ്യതയുള്ളൂ. ഇവരുടെ 2 ഉത്തരങ്ങളും ഒരേ സമയം സത്യമാകത്തില്ല. ഇതാണ് പരസ്പര വൈരുദ്ധ്യമില്ലായ്മ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ വഴി ഉദ്ദേശിക്കുന്നത്. പരസ്പര വിരുദ്ധമായ, അതായത് മ്യൂച്വലി കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള 2 കാര്യങ്ങൾക്ക് ഒരേ സമയം സത്യമാകുവാനായിട്ട് സാധിക്കത്തില്ല. ഇനി മറ്റൊരു ഉദാഹരണം. ഒരു കോളേജില് പ്രഭാതത്തില് പ്രൊഫസർ ക്ലാസ്സിലേക്ക് കടന്നു വന്നു. കുട്ടികളോടായി ഇങ്ങനെ ചോദിച്ചു, ഇന്ന് ഇപ്പോൾ ഈ ക്ലാസ്സിൽ എത്ര കുട്ടികൾ ഹാജരായിട്ടുണ്ട്? 5 പേര്, എ, ബി, സി, ഡി, ഇ എന്നിങ്ങനെ 5 കുട്ടികൾ ഒന്നിനു പുറകെ മറ്റൊന്നായി പ്രൊഫസറുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഉത്തരങ്ങൾ ഇങ്ങനെയാണ്: എ, ഇന്ന് ഈ ക്ലാസ്സിൽ ഇപ്പോൾ ആകെ 21 കുട്ടികളുണ്ട്. ബി, ഇന്ന് ഈ ക്ലാസ്സിൽ ഇപ്പോൾ ആകെ 22 കുട്ടികളുണ്ട്. സി, ഇന്ന് ഈ ക്ലാസ്സിൽ ഇപ്പോൾ ആകെ 23 കുട്ടികളുണ്ട്. ഡി, ഇന്ന് ഈ ക്ലാസ്സിൽ ഇപ്പോൾ ആകെ 24 കുട്ടികളുണ്ട്. ഇ, ഇന്ന് ഈ ക്ലാസ്സിൽ ഇപ്പോൾ ആകെ 25 കുട്ടികളുണ്ട്. എ, ബി, സി, ഡി, ഇ എന്നീ 5 കുട്ടികളുടെ മറുപടികള് നമ്മൾ താരതമ്യം ചെയ്താൽ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഈ മറുപടികൾ പരസ്പര വിരുദ്ധങ്ങളാണ്. ഒന്നുകിൽ ഈ 5 പേരും പറഞ്ഞ മറുപടി തെറ്റായിരിക്കാം, അതല്ലെങ്കിൽ ഇവർ 5 പേരിൽ ഒരാൾ പറയുന്ന ഉത്തരം മാത്രമേ സത്യമാകുവാനായിട്ട് സാധ്യതയുള്ളൂ. ഈ 5 കുട്ടികൾ പറഞ്ഞ ഉത്തരങ്ങൾ എല്ലാം കൂടി ഒരേ സമയം സത്യമാകത്തില്ല, കാരണം അവ പരസ്പര വിരുദ്ധങ്ങളാണ്. അപ്പോൾ ഇതാണ് ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ പരസ്പര വൈരുദ്ധ്യമില്ലായ്മ നിയമം വഴി ഉദ്ദേശിക്കുന്നത്. പരസ്പര വിരുദ്ധമായ കുറെ കാര്യങ്ങൾക്ക് എല്ലാം കൂടി ഒരേ സമയം സത്യമാകുവാനായിട്ട് സാധിക്കുകയില്ല. ഇനി നമുക്ക് മാത്തമെറ്റിക്സ്, എഞ്ചിനീയറിംഗ് എന്നീ വിഷയങ്ങളുടെ കാര്യം പരിഗണിക്കാം. ഈ വിഷയങ്ങളുടെ മേഖലയിൽ നിരവധി ഫോർമുലകളും തിയറികളും ഒക്കെ ഉണ്ട്. ഇനി ഈ തിയറികളുടെയും ഫോർമുലകളുടെയും ഒക്കെ കാര്യം പരിഗണിച്ചാൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് തമ്മിൽ പൂർണ്ണമായ അഭിപ്രായ ഐക്യം ഉണ്ട്, അഭിപ്രായ ഭിന്നതകൾ ഇല്ല. ഇനി നമ്മൾ ഫിസിക്സിന്റെ കാര്യമെടുക്കാം. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി പോലെയുള്ള കുറെ കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ഫിസിക്സിന്റെ കാര്യത്തിലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് തമ്മിൽ അഭിപ്രായ ഐക്യം ഉണ്ട്. ജീവോൽപത്തി പോലെയുള്ള ചില കാര്യങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബയോളജിയുടെ കാര്യവും ഇതുപോലെ തന്നെയാണ്. നമുക്കേവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്, മാത്തമെറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ഫിലോസഫി. ശാസ്ത്ര വിഷയങ്ങളിൽ ഒരുവിധം ഗ്രാഹ്യമുള്ള ഒരാൾക്ക് ഈ പുസ്തകം വായിച്ച് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഈ പുസ്തകത്തില് നിരവധി ഫോർമുലകളും തിയറികളുമുണ്ട്. എന്നാൽ എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും ഈ തിയറികളുടെയും ഫോർമുലകളുടെയും കാര്യത്തിൽ അഭിപ്രായ ഐക്യം ആണ് ഉള്ളത്, അഭിപ്രായ ഭിന്നതകൾ ഇല്ല. നമ്മൾ പറഞ്ഞു, ബൈബിൾ എന്ന് പറയുന്നത് പൂർണ്ണതയുള്ള ഒരു പുസ്തകമാണ്, സത്യമായിട്ടും ദൈവവചനമാണ്. എന്നാൽ ന്യൂട്ടന്റെ മേൽപ്പറഞ്ഞ ആ പുസ്തകം വായിച്ച് മനസ്സിലാക്കുന്നത് പോലെ ബൈബിള് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല.
കാരണം ബൈബിളില് നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വചനങ്ങൾ വ്യാഖ്യാനിച്ചാണ്. വ്യാഖ്യാനം കൂടാതെ തന്നെ നേരിട്ട് മനസ്സിലാക്കാവുന്ന നിരവധി കാര്യങ്ങൾ ബൈബിളിലുണ്ട്. എന്നാൽ മറ്റ് അനേകം കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യാഖ്യാനത്തിലൂടെയാണ്. ഈ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ മനുഷ്യന് തെറ്റുപറ്റാം. അതിനാല് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ഒരു സഹായത്തോടുകൂടി മാത്രമേ ബൈബിള് തെറ്റില്ലാതെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ലോകത്ത് ഇന്ന് ഏകദേശം 45,000-ഓളം ക്രൈസ്തവ ഡിനോമിനേഷനുകൾ അല്ലെങ്കിൽ സഭകൾ ഉണ്ട്. ഓരോ സഭയും ബൈബിള് വ്യാഖ്യാനിക്കുന്നു. ഇനി ഈ സഭകളുടെ ബൈബിൾ വ്യാഖ്യാനങ്ങളും അതിന്റെ വെളിച്ചത്തിൽ അവർ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. നിരവധി പ്രധാനപ്പെട്ട വചന വ്യാഖ്യാനങ്ങളുടെ കാര്യത്തിൽ ഈ സഭകൾക്ക് തമ്മിൽ പരസ്പര യോജിപ്പ് ഉണ്ട്, അഭിപ്രായ ഭിന്നതകളില്ല. എന്നാൽ കുറെ അധികം വചന വ്യാഖ്യാനങ്ങളുടെയും അതിന്റെ വെളിച്ചത്തിലുള്ള നിലപാടുകളുടെയും കാര്യത്തിൽ ഈ സഭകൾക്ക് തമ്മിൽ പരസ്പര വൈരുദ്ധ്യമുണ്ട്. അതായത് ഓരോ സഭയും ഓരോ വ്യത്യസ്തമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഇനി പാരമ്പര്യത്തെ തള്ളിക്കളഞ്ഞ് ബൈബിളിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ക്രൈസ്തവ സഭകളുണ്ട്. ഈ സഭകളുടെ വചന വ്യാഖ്യാനങ്ങൾ നമ്മൾ പരിശോധിച്ചാലും വ്യത്യസ്ത സഭകളുടെ നിലപാടുകൾക്ക് തമ്മിൽ പരസ്പര വൈരുദ്ധ്യം കുറെയൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കുറച്ചു മുമ്പ് പരസ്പര വൈരുദ്ധ്യമില്ലായ്മ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ കണ്ടത് ഇതാണ്: പരസ്പര വിരുദ്ധമായ കുറെ കാര്യങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് സത്യമാകുവാനായിട്ട് സാധിക്കത്തില്ല. അതായത് ക്രൈസ്തവ സഭകളുടെ വചന വ്യാഖ്യാനങ്ങൾക്ക് തമ്മിൽ ഒരു പരിധിവരെ പരസ്പര വൈരുദ്ധ്യമുണ്ട്. അതിനാല് ഈ സഭകളുടെ എല്ലാം നിലപാടുകൾക്കെല്ലാം കൂടി ഒരേ സമയം സത്യമാകുവാനായിട്ട് പറ്റത്തില്ല. അതായത് വചനം വ്യാഖ്യാനിക്കുന്ന കാര്യത്തിൽ സഭകൾക്ക് തെറ്റ് പറ്റുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ പരമാവധി ഒരു സഭയുടെ വചന വ്യാഖ്യാനങ്ങൾ നിലപാടുകൾക്ക് മാത്രമേ പൂർണ്ണമായിട്ടും സത്യമാകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് ഏത് സഭയുടേതാണ്? കത്തോലിക്ക വിശ്വാസം എന്ന ഈ പ്രഭാഷണ പരമ്പരയിലെ 4ാമത്തെ വീഡിയോയില്, അതായത് സത്യസഭയെ തിരിച്ചറിയുന്നത് എങ്ങനെ എന്ന ആ ടൈറ്റിലുള്ള ആ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തെളിയിച്ചിരുന്നു. അതായത് ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു സഭ സ്ഥാപിച്ചു. യേശു സ്ഥാപിച്ച ആ ഏക സത്യസഭ അത് കത്തോലിക്ക സഭയാണ്. അത് ഈ പ്രഭാഷണ പരമ്പരയിലെ 4ാമത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായി തെളിയിച്ചിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണുക. അതായത് കത്തോലിക്ക സഭയാണ് യേശു സ്ഥാപിച്ച ഏക സത്യസഭ. അതിനാൽ ഒരു സഭയുടെ ഔദ്യോഗികമായ വചന വ്യാഖ്യാനങ്ങൾ പരിഗണിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും സത്യമായിരിക്കുന്നത് കത്തോലിക്ക സഭയുടേത് മാത്രമാണ്. ഇക്കാര്യത്തെക്കുറിച്ച് വരുന്ന വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നതായിരിക്കും.